വേഗം വാ മാളു. നല്ല മഴയാണല്ലോ. നല്ല മഴയാണല്ലോ ബാലേട്ട. ഈ മഴയത്ത് എങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിടുന്നത്? അയ്യോ, ഞാനും അതാ ആലോചിക്കുന്നത്. ഇന്ന് ഏതായാലും സ്കൂളിൽ പോണ്ട. അയ്യോ, ഇന്ന് സാഹിത്യ സമാജമുള്ളതാ. ഞാൻ പലതിലും പങ്കെടുത്തിട്ടുണ്ട്. ചെന്നില്ലേ മാഷ് ചീത്ത പറയും. എന്താ ചെയ്യാ? ഏതായാലും മോൾ ഇന്ന് പോണ്ട. കുട്ടേട്ടനും പോണ്ട. ഇന്ന് തോണി ഇറക്കി കഴിക്കാം. ഞാൻ പോവാ, ഇല്ലേ മാഷ് കൊല്ലും. നീ നിക്ക്, ഞാൻ സ്കൂളിൽ വിട്ടുതരാം. വൈകുന്നേരം മോനെ കൂട്ടാൻ മറക്കണ്ട. ആ ശരി. വാ അച്ഛാ, നമുക്ക് പോവാം. എന്തൊരു മഴയത്. വാ അച്ഛാ, പിടിക്ക്. എന്ത് മഴയാ അച്ഛാ ഇത്. സ്കൂളിൽ എത്താൻ നേരം വൈകോ? നീ നടക്ക്. തോണി ഉണ്ടാവോ കടവില്? നീ വേഗം വാ, നമുക്ക് നോക്കാം. ദാ അച്ഛാ, കണ്ണേട്ടൻ വരുന്നു. എങ്ങോട്ടാ ബാലേട്ട ഈ പെരുമഴയത്ത്? ഇവനൊന്ന് സ്കൂളിലാക്കണം. ഈ പെരുമഴയത്ത് സ്കൂൾ ഉണ്ടാവുമോ ബാലേട്ട? എന്താ ചെയ്യാ, പറഞ്ഞാ കേക്കണ്ടേ. എന്തായാലും പോയി നോക്കട്ടെ. ചിറ്റാരിക്കരയിൽ നല്ല വെള്ളക്കെട്ടുണ്ട്, നോക്കണേ ബാലേട്ട. ആ, ഇതെങ്ങോട്ടാ കണ്ണാ? മൂപ്പായിട്ടില്ലല്ലോ. ഈ വെള്ളത്തിൽ കിടന്ന് ഇനി ഇത് എങ്ങനെ മൂക്കാനാ? മഴ ഇങ്ങനെ പെയ്യാണെങ്കിൽ ഇനിയും വെള്ളം കൂടാനാ സാധ്യത. ഇങ്ങനെ പോയാൽ ചിറ്റാരിക്കര മൊത്തം വെള്ളത്തിനടിയിലാവും. ഇങ്ങനെ പോയാൽ എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാവുന്ന ആർക്കറിയാം. വല്ലാത്തൊരു കാലം തന്നെ. എന്താ ചെയ്യാ? ആ, എന്തായാലും ഇവനെ സ്കൂളിലാക്കട്ടെ. എന്നാ ശരി ബാലേട്ടാ. ആ, ഈ മഴയത്ത് എങ്ങനെയാ ഇനിയിപ്പോ ക്ലാസ് നടത്തുക? അത് പിന്നെ ടീച്ചറെ, മലയെന്ന് വരുന്ന പിള്ളേരൊന്നും ഈ പെരുമഴയത്ത് എത്താൻ സാധ്യതയില്ല. ആ 5th സിയിൽ നിന്ന് എങ്ങനെയാ ക്ലാസ് എടുക്കുക? മുഴുവൻ ചോർന്നിരിക്കുന്നുണ്ട്. സർക്കാർ സ്കൂളിന്റെ ഒരു ഗതികേടേ. മഴയത്ത് നിന്ന് കളിക്കാതെ എല്ലാരും ക്ലാസ്സിൽ കയറിക്കേ. വേഗം പോയി വേഗം. എന്തൊരു മഴയത്. ശശിയെ, 2 ചായ. എന്റെ എരുപ്പ് നോട്ടാൻ നോക്കുന്നത്. ഈ ചെമ്പിൽ കുറച്ച് ചുക്ക് കാപ്പി വെച്ചാ പണിയോടൊന്നും ഇനി പോവില്ല. പോകുന്നവരോട് പൈസ അങ്ങനെ എടുക്കണ്ട. മേലെപ്പാടത്തൊക്കെ വെള്ളം കയറി തുടങ്ങി. മലേന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയാലേ പുഴ കര കവിയും. അല്ലേ പെരുങ്ങ? മഴന്റെ കാര്യം മാളത്തിന്റെ കാര്യം ഇവരെല്ലാം അറിയാം. പാമ്പല്ലേ ലക്ഷണം കണ്ടിട്ട് ഇവൻ ലേശം പെശക തന്നെയാ. ലക്ഷണം പറയാനെന്താ കാണിപ്പോയി വരും. അഞ്ചെട്ടാണ്ട് മുമ്പ് ഇതുപോലൊരു കരിപ്രാന്തിനാ മലവെള്ളം വന്ന് അമ്പായിപ്പുഴ കവിയാൻ തുടങ്ങിയത്. അന്ന് ചുറ്റടത്ത് മൂല മുങ്ങിയെന്ന് മാത്രമല്ല, കുടിയും കൂട്ടക്കാരും ഒക്കെ നുരിച്ചു പോയില്ലേ. സ്കൂളിലേക്ക് പോയ കുട്ടികളുടെ കാര്യം കഷ്ടം. ഇനിയിപ്പോ പുഴ കിടക്കാൻ കഴിയുമോ? എവിടുന്ന് പപ്പേട്ടാ, ഞാനിപ്പോ വരാം. മഴ തിരികോട്ടാണ്. പറ്റി
കണ്ടില്ല മാഷേ ചോർന്നൊലിക്കുന്നത് 4-5 ക്ലാസ്സിലെ സ്ഥിതി ഇത് തന്നെയാ. കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണെങ്കിലും മഴ വരുന്നതിന് മുമ്പ് കുറച്ച് പഴയ ഓടെങ്കിലും സംഘടിപ്പിച്ച് അത് മാറ്റാൻ ആളെ ഏർപ്പാടാക്കാൻ ഞാൻ പറഞ്ഞല്ലേ. അപ്പോഴൊക്കെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. ഇപ്പൊ എന്തായി? കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ, ചോർച്ചയില്ലാത്ത ഭാഗത്തേക്ക് മാറിയിരിക്കട്ടെ. റിസ്ക് എടുക്കണോ മാഷേ? ചോർച്ചയുടെ പ്രശ്നം മാത്രമല്ലല്ലോ, കെട്ടിടം മൊത്തം ബലക്കുറവാണ്. എന്തെങ്കിലും സംഭവിച്ചാ സമാധാനം പറയേണ്ടി വരും. ആ അതെ, ടീച്ചർ പറയുന്നത് ശരിയാ. അന്തരീക്ഷം കണ്ടിട്ട് മഴ ഇനിയും കൂടാനാണ് സാധ്യത. മാഷേ, കുട്ടികൾ മൊത്തം ഭയപ്പെട്ടായിരിക്കുന്നേ. അവിടെയാണ് ഈ ഓട് മൊത്തം ഇളകിയിരിക്കുക. ലോങ് ബെല്ലടിച്ചേക്ക്. പിന്നെ ദൂരേക്കുള്ള പിള്ളേരെ ശ്രദ്ധിച്ചോണം. ഒറ്റയ്ക്ക് വിടണ്ട, കൂട്ടത്തിൽ വിട്ടാ മതി. വെറുതെ സ്കൂളിൽ പോയി, ഞാനും നനഞ്ഞു, എന്റെ ബുക്കും നനഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, എന്തൊരു മഴയത്. ഇനി എന്താ ചെയ്യാ അച്ഛാ? ഇവിടെ ആരെയും കാണാനില്ലല്ലോ. നല്ല മഴ, തോണിക്കാരെയൊന്നും കാണുന്നില്ലല്ലോ അച്ഛാ. ഇനി നമ്മളിങ്ങനെ പോവാ? നമുക്ക് അപ്പുറത്തെ പറമ്പ് വഴി പോവാ. വല്ലാത്ത മഴ. നടക്ക്. മോളെ, അയ്യോ അമ്മേ, മോളെ, മോളെ, അമ്മേടി. മോള് പേടിച്ചു പോയോ? മഴയത്ത് മോളോട് പുറത്തിറങ്ങി പോരെന്ന് അമ്മ എത്ര വട്ടം പറഞ്ഞതാ, മോള് കേട്ടില്ലല്ലോ. മോളെ വേഗം വാ. അയ്യോ ഈശ്വര, സുരേഷ് എല്ലാം പോയടാ. മോനെ അച്ഛാ
ha